അന്താരാഷ്ട്ര വനദിനത്തോടനുബന്ധിച്ച് കോന്നി ഫോറസ്റ്റ് ഡിവിഷന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ കാടാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു കൂട്ടയോട്ടം. കോന്നി DFO ആയുഷ് കുമാറാണ് പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തത്. കോന്നി എലയാറക്കൽ മുതൽ ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു കൂട്ടയോട്ടം. നാട്ടുകാരും കോളേജ് വിദ്യാർത്ഥികളും പരിപാടിയുടെ ഭാഗമായി. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ ലഹരി ഉപയോഗം വ്യാപനമാകുന്ന സാഹചര്യത്തിലാണ് കാടാണ് ലഹരി എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ സമകാലിക പ്രശ്നങ്ങളും വനം സംരക്ഷിക്കേണ്ട ഉദ്ദേശവും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് യുവജനങ്ങളെയും കോളേജ് വിദ്യാർത്ഥികളും കൂടാണ് ഈ കോന്നി വനം ഡിവിഷന്റെ RRT സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. ലോക വനദിനത്തിന്റെ മുദ്രാവാക്യം ഉയർത്തുന്നതിനോടൊപ്പം വനത്തോടോ പ്രകൃതിയോടുള്ള ജീവനക്കാർ പുതിയ തലമുറയുടെ സ്നേഹം ലഹരിപൂർവ്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ടും ഒരു സന്ദേശത്തിന്റെ ഭാഗമായിട്ടുമാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. സെന്റ് തോമസ് കോളേജ് കോന്നി, കോന്നി NSS കോളേജ്, സ്റ്റാർട്സ് കോളേജ് ചുട്ടിപ്പാറ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമായി. ക്യാമ്പസുകളിൽ പോലും ലഹരി ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പരിപാടിയുടെ പ്രസക്തി വലുതെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. യൂത്തിന് മെയിനായിട്ട് ഒരു അവയർനെസ് കൊടുത്തോണ്ടുള്ളതാണ്. നമ്മൾ ഇപ്പം തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ലഹരി ബേസ് ചെയ്ത് തന്നെ. അപ്പം നമ്മുടെ സമൂഹത്തിലുള്ള യൂത്തിനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് കാടാണ് ലഹരി എന്നുള്ളതിൽ ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേ അനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയാണ്. നാട്ടുകാർക്കും അധ്യാപകർക്കും വേറിട്ട അനുഭവമായി പരിപാടി. ലഹരി വിരുദ്ധ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു സംഘാടകർ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.